ബോഡിക്ക് 7 ദിവസം പഴക്കമുണ്ട്. തലയ്ക്ക് പിന്നിലേറ്റ അടി അത് പഴയ ലൂക്ക മർഡർ കേസ് പോലെ തന്നെ നല്ല ഡീപ്പാக അടിച്ച് സ്കൾ ഫുള്ളാக പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത സിഗരറ്റ് ബഡ്സ് அதோட DNA டெஸ்ட் எல்லாம் பண்ணியாச்சு. பழைய மர்டர் போல் எல்லாமே டிஃப்ரெண்ட்டாக இருக்குது. நம்ம அங்கேருந்து கலெக்ட் பண்ண ஒரு ஃபிங்கர் பிரிண்ட்டு ப்ரீவியஸாக ஒரு மர்டரோட மேட்சாக இருக்குது. ஆனால் ക്രൈം റെക്കോർഡ്സിൽ ഒരു പ്രതിയുമായി മാച്ച് അല്ലേ. എങ്ങനെ മാച്ച് ആക്കാനാണ് സാർ? കഴിഞ്ഞ ആഴ്ച കൂടി ID പ്രൂഫ് ഇല്ലാതെ 7 തമ്പാനത്ത് പൊക്കി. ഉച്ചയ്ക്ക് ബിരിയാണി മതിയോ സാർ? പോടോ. സോറി സാർ. സാർ ബൈ ദ വേ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ ടോയ്ലറ്റിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിൾ അത് വളരെ ഫ്രഷ് ആയിരുന്നു. വിച്ച് മീൻസ് നിങ്ങൾ സ്പോട്ടിലെത്തുന്നതിന് മുമ്പ് വരയ്ക്കും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സർ മീഡിയ ഓരോന്ന് കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ലീഡ് ഇന്ന് തന്നെ കണ്ടെത്തണം. സർ ഒരു കാരണവശാലും പോലീസ് വഴിയല്ലാതെ ഒരു ഇൻഫർമേഷനും ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല. അവർക്കിടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇലക്ഷൻ ആണ് വരുന്നത്. വി കാണ്ട് ഡു എനിത്തിങ്. യെസ് സാർ. കില്ലറിൻ്റെ അടുത്ത് കരുതുന്ന ഒരു സാമ്പിള് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് സാർ. CRB ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു കൺഫർമേഷൻ വന്ന ക്രൈം റെക്കോർഡ്സിലുള്ള ക്രിമിനൽ ആരെങ്കിലും ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സാർ. എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിന്റെ ടേബിളിൽ ഉണ്ടാവണം. ഓക്കെ സാർ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഷുവർ സാർ. കമ്മീഷണർ ഐസക് സാറാ. പുള്ളിക്കും മുകളിൽ നല്ല പ്രഷറുണ്ട് സാർ. ഇതിലിപ്പോൾ ഒരു സീരിയൽ കില്ലിംഗ് പാറ്റേൺ ഉള്ളതായി സാറിന് തോന്നുന്നുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. ഒരു മൂന്നാമതൊരു മർഡർ കൂടെ ഉണ്ടായാൽ നമുക്ക് ആ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. താങ്ക് യു സാർ. ടോമി, ടോമി, ഗ്രേസിയാണോടി? ആ ഗ്രേസിയാ. മണി ഹൈസ് തുടങ്ങിയോ? ഇല്ല ഇല്ല, ഞാനിവിടെ മണി ഹൈസ് തുടങ്ങിയിട്ടില്ല. എടി അത് നെറ്റ്ഫ്ലിക്സിലാ. അതൊന്നും എടുക്കാൻ എനിക്ക് അറിയത്തില്ലടി. സൈമൺ വരുമ്പോൾ ഞാൻ പറയാം കേട്ടാ. അയ്യോ എടി, സൈമന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എടി അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയണേടി, ജനിമുടെ കല്യാണ കാര്യത്തെക്കുറിച്ചാ. അയ്യോ അവിടെ നല്ല കുട്ടിയല്ലയോ. സൈമൺ വരട്ടെ, ഞാൻ പറയാം, പ്രാർത്ഥിക്കാം കേട്ടാ. ആ അല്ല നീ പറഞ്ഞത് നല്ലതാണോടി? അയ്യോ എടി അത് സൂപ്പറാ. എന്നാ ഞാൻ അവനെ കൊണ്ട് എടുപ്പിച്ചോളാം കേട്ടാ. ഞാനിവിടെ കോഞ്ചോറും കണ്ടോണ്ടിരിക്കുക, പേടിച്ച് ചാവാറായി. അപ്പം നമുക്ക് പള്ളിയിൽ വെച്ച് കാണാം കേട്ടാടി. ശരിയടി ശരി. ശരി വയ്ക്കട്ടെ.
സാറന്മാർക്ക് കഴിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. സാറന്മാരുടെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എന്തോന്നാടാ ഇത്? 5 സ്റ്റാറാ? സാറേ, ബാല കഴിഞ്ഞ് വരുന്ന വഴിക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാണ്ട് ചെയ്തു പോയത്. കൈ കാണിച്ച വണ്ടിക്കകത്ത് ഐ ജി ആണെന്ന് ഉമ്മാണ് സത്യമായിട്ട് അറിയില്ല സാർ. സാർ ഇതിപ്പോ എന്ത് ചെയ്യാ സാറേ? ഐ ജിക്ക് പെറ്റിയടിച്ചെന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി പറയാൻ പറ്റൂ? ഒരു കാര്യം ചെയ്യും, 2 ദിവസം ഇവിടെ നിർത്തി ബാല എളിപ്പിച്ചിട്ട് വിട്. മൈസ്ട്രേറ്റിന്റെ അടുത്തൊന്നും വിടണ്ട. അയ്യോ സാറേ, പുറത്തുനിന്ന് കളിയൊക്കെ സമ്മതിക്കാൻ സമ്മതിക്കുകയല്ല. മാറിയക്കട സൂയിസൈഡ് കേസുണ്ട്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഡോ അവിടെ സൂയിസൈഡ് അല്ലേ? കഴിച്ചിട്ട് പോയാ. പുതിയ ആളല്ലേ സാറേ? സർ, ആക്ച്വലി ഞാൻ 2 ദിവസം മുമ്പ് ചോദിച്ചു. അൻവർ, സാർ. എന്താടോ ആ മീഡിയ അവിടെ? മീഡിയയോ? ആ പുറത്ത്. എന്തുപറ്റി? സാർ, ജെനിഫർ മുമ്പിരുന്ന ജോർജ് സാറ് ഒരുത്തനെ ലോക്കപ്പിലിട്ട് തട്ടിയായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഈ കൊച്ചു ഒരുപാട് നടന്നതാണ്. പിന്നെ ജോർജ് സാർ ആ വീട്ടുകാർക്ക് കാശ് കൊടുത്തങ്ങ് ഒതുക്കി. അതിൻ്റെ ഈഗോയുടെ പേരിൽ ആ കൊച്ച് ഈ കേസ് ഇപ്പോഴും ഇതുവരെ വിട്ടിട്ടില്ല. അത് വല്ലതും അന്വേഷിച്ച് വന്നതായിരിക്കും സാർ. ആ കൊച്ചു വന്ന വണ്ടിക്ക് 2 മിററും ഇല്ല. ആ ട്രാഫിക് എസ്ഐയോട് പറഞ്ഞ് മിററും വെപ്പിച്ച് ഫൈൻ അടുപ്പിച്ചിട്ട് വിട്ടാൽ മതി. അല്ല സാർ. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. എന്നാ വിട്ടോ. ആ സർ, വിതുര സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. ഒരു പ്രായമായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഒരാഴ്ചയായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നു. അവിടെ ആരാ ഇൻചാർജ് എന്ന് അന്വേഷിച്ചിട്ട് ആ വീടിന്റെ അഡ്രസ് എടുക്കണം. സാർ. സോമ, മാവാ. പിന്നെ ആ പുറത്തേക്കുന്ന മഞ്ഞ സ്കൂട്ടറില്ലേ, അതിൽ 2 മിററും വെപ്പിച്ച് ഒരു ചെറിയ പെറ്റടിച്ചു വിട്ടേ. ശരി ശരി ശരി.